അപ്പം ഇന്ന് നമ്മൾ ഗൗണിൻ്റെ ഷോപ്പിങ്ങിനും ഒക്കെ ആയിട്ട് പോവാം. എൻ്റെ ഗൗണിൻ്റെ സ്ട്രാപ്പിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അത് ശരിയാക്കാനും ഷൈമയ്ക്ക് നെയിൽസ് ചെയ്യാനൊക്കെ ആയിട്ട് പോവാം. സോ ലെറ്റ്സ് ഗോ. റെഡിയായി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. അപ്പോൾ ഷൈമ എനിക്ക് വേണ്ടി ഷേക്ക് ഉണ്ടാക്കി തരുവാണ്. കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ആ ഡേ ഫുള്ള് പോവും. അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് അടുത്തുള്ള മോളിലോട്ട് പോവാണ്, STC. സാസ്കറ്റൂൺ പോലൊരു കുഞ്ഞു സിറ്റിയിൽ നിന്ന് ടൊറൻറ്റോ പോലൊരു വലിയ സ്ഥലത്തോട്ട് വന്നപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഒത്തിരി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പം ഞങ്ങൾ STCയിൽ എത്തിയിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് ഷൈമയ്ക്ക് നെയിൽ ചെയ്യാൻ വേണ്ടി കയറിയതായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ പെഡിക്യൂർ ചെയ്യാനും കയറി. പെഡിക്യൂർ ചെയ്യാൻ $40 ആയിരുന്നു, പക്ഷെ വർത്തായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഹീൽസിൽ ഗ്രിപ്പ് കിട്ടുന്നൊരു സംഭവം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഓൾഡോയിൽ കയറി അതും വാങ്ങിച്ചു. ഒരു മാംഗോ ലവർ ആയതുകൊണ്ട് തന്നെ ഈ ഡ്രിങ്ക് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ടൊറൻറ്റോയിൽ വന്നിട്ട്. അപ്പോൾ ഇതാണ് റിയൽ ഫ്രൂട്ടിൻ്റെ മാംഗോ സ്ലഷി. ഇതൊക്കെ കുടിച്ച് ഞാൻ അടുത്തതായി വാങ്ങുന്നത് ഒരു തായ് റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സെറ്റ് ഓഫ് ഷോപ്പിംഗ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. അടുത്ത സെറ്റ് ഓഫ് ഷോപ്പിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് എൻ്റെ ഗൗണിന് ഒരു സ്ട്രാപ്പ് വാങ്ങണം. അങ്ങനെ അത് തപ്പിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ കുറേ ഷോപ്സിൽ കയറിയിട്ട് അവിടെ ഒന്നും കിട്ടിയില്ല. പക്ഷേ അർബൻ പ്ലാനറ്റിൽ എന്തായാലും ഉണ്ടാവും എന്നറിയാം. പക്ഷേ ഞങ്ങളത് ലാസ്റ്റായി വെച്ചിരിക്കുകയാണ്. കാരണം ബാക്കിയുള്ള ഷോപ്പിലെല്ലാം കയറി തപ്പിക്കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നോക്കാമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ഞങ്ങളിങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. ഷോപ്പിങ്ങിൻ്റെ ഒരു സെറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്തതായി പോകുന്നത് എൻ്റെ ഗൗണിൻ്റെ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അർബൻ പ്ലാന്റിൽ നിന്ന് വാങ്ങിച്ച സ്ട്രാപ്പ് സെറ്റ് ആക്കാനായിട്ടാണ് ഞങ്ങൾ ഇനി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഷൈമേനെ കൊണ്ടുപോയത് ഒരു ഇന്ത്യൻ സ്റ്റോറിലോട്ടാണ്. സാസ്കറ്റൂണിൽ സാധനങ്ങൾ കിട്ടുന്ന വളരെ ലിമിറ്റഡാണ്, അതും കേരള സാധനങ്ങൾ. അങ്ങനെ എന്നെ ഈ ഷോപ്പിലോട്ട് കൊണ്ടുപോയി. ഞാൻ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ എടുത്തു. അത് മാത്രമല്ല നെല്ലിക്ക എടുത്തു. കാരണം അടുത്ത ദിവസം രാവിലെ എനർജിക്ക് വേണ്ടി കുടിക്കാനായിട്ടെന്ന് പറഞ്ഞ് ഞാൻ കുറേ നെല്ലിക്ക വാരി എടുത്തു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു സമോസ ഷോപ്പിൽ കൊണ്ടുപോയി അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിച്ചു വന്ന് ഞങ്ങൾ വീട്ടിലോട്ട് ഹെഡ് ചെയ്തു. പിന്നീട് ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു. ഓൾമോസ്റ്റ് ഒരു 8 o'clock ആയിരുന്നു ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയൊക്കെ ആയി ഒരു 10 o'clock ആയപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ട് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങി. കോഫിയുടെ സ്ക്രബും പിന്നെ ഷീറ്റ് മാസ്കൊക്കെ ഇട്ടിട്ട് സ്കിൻ കെയർ ആയിരുന്നു. പിന്നീട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി. അങ്ങനെ ഡേ എൻഡ് ചെയ്തു. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞങ്ങൾക്കൊരു ഗ്രൂമിംഗ് ഉണ്ട്. 5:30 ആ റേഞ്ചിലാണ് ഞങ്ങൾക്കൊരു ഗ്രൂമിംഗ് ഉള്ളത്. സോ രാവിലെ 8 മണി. തലേന്ന് വാങ്ങിച്ച നെല്ലിക്ക വെച്ചിട്ട് നെല്ലിക്ക ജ്യൂസ് ആണ് രാവിലെ ഞാൻ ഉണ്ടാക്കി കുടിക്കുന്നത്. കാരണം ഈ ഒരു ഡേ ഞങ്ങൾക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫുൾ ഡേ എനർജിക്ക് വേണ്ടിയാണ് നെല്ലിക്ക ജ്യൂസ് ഞാൻ കുടിക്കുന്നത്. ഷെയറിങ് ഇസ് കെയറിങ് എന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ ഷൈമിക്കും കൂടെ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കുവാണ്. കാരണം 2 പേർക്കും എനർജി വേണം ഫുൾ ഡേ നിൽക്കാൻ. പിന്നീട് ഷൈമ എനിക്ക് പഴമൊക്കെ പുഴുങ്ങി തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞൊരു ഷൂട്ടുണ്ട്. ഞങ്ങൾക്കൊരു കൊളാബ് ഷൂട്ടാണുള്ളത്. അപ്പം റീതു ബൈ പ്രവീണ എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്ന് ഞങ്ങൾക്ക് 2 ഡ്രസ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പോവാണ്. അപ്പം ഷൈമയുടെ ബെസ്റ്റ് ഫ്രണ്ടായ അനിയാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരുന്നത് ഇപ്രാവശ്യം. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള പാർക്കിൽ പോവാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ ടൈമിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും സാധനങ്ങൾ വാങ്ങുന്നതും എല്ലാം കൂടെ ചെയ്യുന്നത്. ഭയങ്കര ഒരു ഷോർട്ട് ടൈമായിരുന്നു എനിക്കിത്. പക്ഷെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. കാനഡ വന്ന ശേഷം ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള എൻ്റെ കഴിവ് പോയോ എന്ന് സംശയിച്ച് നിൽക്കുമ്പോഴാണ് ഷൈമ എൻ്റെ ലൈഫിലോട്ട് വരുന്നത്. അങ്ങനെ ഷൈമയിലെ ടൊറൻറ്റോയിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ഫാമിലി പോലെയായി. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഞങ്ങൾ പ്രാക്ടീസിന് പോവാണ്. അതിന് മുമ്പ് ഞങ്ങൾക്ക് സാരി തേക്കാനും
കൊടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ ഗിഫ്റ്റിനെ മീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ? ശരിക്കും ഡോറ ഹായ്, നല്ല കേട്ടോ. നമ്മളെല്ലാവരും കൊടുക്കും. നീ വീഡിയോ എടുത്തായിരുന്നു. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിസ്സാഗിലോട്ട്. നമ്മളിവിടെ നിന്ന് വരുന്നത് ഇപ്പോൾ സബ്വേ എടുത്ത് ഓൾ ദ വേ ടു മിസ്സാണ്. 2.5 hours ഞങ്ങൾക്ക് പ്രാക്ടീസാണ്. ഞങ്ങളുടെ റാമ്പ് വാക്ക് ആദ്യമായിട്ട് ഞങ്ങൾ റാമ്പ് വാക്ക് സെക്ഷൻ ഗ്രൂമിങ് സെക്ഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ പ്രൊവിൻസ് ആയതുകൊണ്ട് ഔട്ട് ഓഫ് പ്രൊവിൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ലേറ്റായി. ഞങ്ങൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് പ്രാക്ടീസ് 2 ദിവസം കഴിഞ്ഞാലാണ് പരിപാടി. അപ്പോൾ എല്ലാം അടിപൊളി നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ രണ്ടുപേരും. അതെ, എല്ലാം സെറ്റായാൽ മതിയായിരുന്നു. മെട്രോ എടുത്തു കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത പരിപാടി ട്രെയിൻ എടുക്കലാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലോട്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ ട്രെയിനിന് വേണ്ടി ഇപ്പോൾ എവിടേക്ക് പോവാ? നമ്മളിപ്പോൾ കിപ്ലിങ്ങിൽ ഇറങ്ങി. നമ്മൾ കിപ്ലിങ്ങിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നത് മിൽട്ടണിക്കുള്ള ഗോ എടുത്ത് എറിൻഡയിൽ ഇറങ്ങും. നമ്മൾ മിസ്സാഗലിക്കാണ് പോകുന്നത്. ഓക്കെ, സോ ടിക്കറ്റൊക്കെ സെറ്റായി. $5 ഓൺലി. ട്രെയിനിലൊക്കെയാണ് പോണേ. കുറെ കാലമായി ട്രെയിനിലൊക്കെ കയറി. അതെ, എനിക്കത് ഞാൻ 2 വർഷമായി. ഗിഫ്റ്റ് ആൽബർട്ടയിൽ നിന്നാണ്, ഞാൻ സാസ്കറ്റൂണിൽ നിന്നും. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരു 6-7 ഹവറുള്ള ഡിഫറൻസേ ഉള്ളൂ, പോകാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനൊക്കെ എടുത്ത് ഞങ്ങൾ പോയപ്പോൾ ക്വയറ്റ് സോണായിരുന്നു. ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് വഴക്കം കിട്ടി. അങ്ങനെ ഞങ്ങൾ മിണ്ടാതിരിക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കി. ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബസ് എടുത്ത് ഞങ്ങളുടെ ലൊക്കേഷനിലോട്ട് പോകണം. അങ്ങനെ അതിനു വേണ്ടി ഞങ്ങൾ നടക്കുവാണ്. പക്ഷെ ഞങ്ങൾ എൻഡായിട്ട് ഊബർ എടുത്താണ് പോയത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഉള്ളൊരു പ്രത്യേക അഡിക്ഷനായിരുന്നു റിയൽ ഫ്രൂട്ടിൻ്റെ മാംഗോ സ്ലഷ്. അങ്ങനെ ഞാനും ഗിഫ്റ്റിയും വീണ്ടും മാംഗോ സ്ലഷ് ഓർഡർ ചെയ്തു. ഇവിടെ വന്നിട്ട് എൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാനിത് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. എല്ലാവരും കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് വ്ളോഗ് എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരുമായിട്ടും പെട്ടെന്ന് സിങ്ക് ആവാൻ പറ്റി. ഔട്ട് ഓഫ് പ്രൊവിൻസിൽ നിന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 3 പേരായിരുന്നു, ഞാൻ ഉൾപ്പെടെ ഔട്ട് ഓഫ് പ്രൊവിൻസിൽ നിന്ന് വന്നവർ. പിന്നീട് ഞങ്ങൾ കുറേ നേരം പ്രാക്ടീസൊക്കെ ചെയ്തു. ഒരു 9 o'clock 9:30 വരെ പ്രാക്ടീസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ പോയി കിടന്നുറങ്ങി. നല്ല ക്ഷീണമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു ലോങ് വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.